السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും വിവരണങ്ങളുടെ വെളിച്ചത്തിലുള്ള വിശദമായ വിവരണത്തിലേക്കാണ് ഇന്ന് നമുക്ക് പ്രവേശിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ലവരായി തീരുവാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 16 സ്ഥലത്താണ് അള്ളാഹു പേരെടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രവാചകത്വ പദവിയും രാജപദവിയും ഒന്നിച്ചു നൽകപ്പെട്ട ആദ്യത്തെ നബിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. 40 കൊല്ലത്തോളം അദ്ദേഹം ഭരണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ നമുക്ക് ആമുഖമായി മനസ്സിലാക്കാനുണ്ട്. അതിലേക്കാണ് ഇന്നത്തെ അവസരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഒരു ശുശ്രൂഷകനായിട്ടുണ്ടായിരുന്ന, യാത്രയിലൊക്കെ കൂടെയുണ്ടായിരുന്ന ഒരു നബിയായിരുന്നുവല്ലോ യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാം. ആ യൂശഅ പ്രവാചകന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഇസ്രായേൽ ജനത പലസ്തീനിൽ പ്രവേശിച്ചതിന്റെ ശേഷം
ആ യൂശ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേല്യർ പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഫലസ്തീനിൽ അവരെ എത്തിച്ചതിന്റെ ശേഷം യൂശ നബി അലൈഹിസ്സലാം ഇസ്രായേൽ ജനതക്ക് ആ രാജ്യത്ത് താമസിക്കുവാൻ വേണ്ടി അവരുടെ ഓരോ ഗോത്രത്തിനുമുള്ള താമസ സ്ഥലം പ്രത്യേകിച്ച് നിർണയിച്ചു കൊടുക്കുകയും അവരിൽ ന്യായാധിപന്മാരെ, ഖാദിമാരെ നിയമിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം വരെ ഇസ്രായേല്യർ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിക്കൊണ്ടാണ് വളർന്നു വന്നത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം പിന്നീട് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ആ ജനതയിൽ ഒരു രാജാക്കന്മാരുണ്ടായിരുന്നില്ല. പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ പ്രവാചകൻ നിയമിക്കുന്ന ന്യായാധിപന്മാർ, ഖാദിമാർ കാര്യങ്ങൾ നിയന്ത്രിച്ചു പോരുകയായിരുന്നു പതിവ്. പ്രവാചകന്മാർ അവർക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കും. ചില കാലങ്ങളിൽ പ്രവാചകന്മാർ തന്നെയും ഖാദിമാരായി, ന്യായാധിപന്മാരായി അവർക്കിടയിൽ നിലനിന്നു. പക്ഷേ കാലക്രമേണ ഇസ്രായേൽ മക്കളിൽ ബിംബാരാധന വളർന്നു വരാൻ തുടങ്ങി. അള്ളാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ദൈവങ്ങളെന്ന പേരിൽ പ്രതിഷ്ഠകളെ വരെ സ്ഥാപിക്കുന്ന ദുരാചാരങ്ങളും തോന്നിവാസങ്ങളും ഇസ്രായേൽ മക്കളിൽ പിൽക്കാലത്ത് പടർന്നു പിടിക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിലേക്ക് അവർ അധപ്പതിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യർക്ക് വീണ്ടും കടുത്ത ശിക്ഷകൾ, അവരിൽ അക്രമികളായ ഭരണാധികാരികളെ അവർക്ക് മീതെ നിശ്ചയിച്ചുകൊണ്ട് ആ രാജ്യത്തുള്ള ഇസ്രായേല്യർക്കെതിരെ മർദ്ദക ഭരണകൂടം നിലവിൽ വരികയാണ്. അങ്ങനെ ഇടക്കാലങ്ങളിൽ അമാലിഖത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു വർഗം ഭരണാധികാരം ഏറ്റെടുത്തു. അവരിൽപ്പെട്ട അമ്മോന്യർ, മെദ്യാനികൾ, ഫലസ്ത്യർ, മോവാബ്യർ തുടങ്ങിയ വർഗങ്ങളും ഇസ്രായേൽ വർഗവും തമ്മിൽ പല യുദ്ധങ്ങളും ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് നടക്കുകയുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരിക്കൽ 4-ാം നൂറ്റാണ്ടിൽ ഫെലിസ്ത്യർ എന്ന് പറയുന്ന വിഭാഗവുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേല്യർക്ക് ദാരുണമായ പരാജയമാണ് സംഭവിച്ചത്. മാത്രമല്ല, അവരുടെ കൂടെ അവരെപ്പോഴും കൊണ്ടു നടക്കാറുണ്ടായിരുന്ന തൗറാത്തിന്റെ പലകകളും അതുപോലെ തന്നെ അവർ കൊണ്ടു നടന്നിരുന്ന തൗറാത്തും അവയെല്ലാം നിക്ഷേപിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു പെട്ടകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു പേടകം, താബൂത്ത് എന്നറിയപ്പെടുന്ന, അതൊക്കെ അവരുടെ കൈകളിൽ നിന്ന് ഈ അക്രമികളായ ഭരണകൂടം പിടിച്ചെടുത്തു കൊണ്ടുപോയി. അത് മുഖേന ഇസ്രായേല്യർ വമ്പിച്ച ദുഃഖത്തിലായി അവരുടെ വീര്യവും ശൗര്യവും ഒക്കെ നശിക്കുകയും ചെയ്തു. ഈ കാലത്ത് ഇസ്രായേല്യരിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല. പ്രവാചക പാരമ്പര്യമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ അന്നൊരാൺകുട്ടിയെ പ്രസവിക്കുകയാണ്. ഒരു നബി ഞങ്ങൾക്കുണ്ടായെങ്കിൽ എന്ന് ആശിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന അർത്ഥത്തിൽ ആ കുഞ്ഞിനെ ഇട്ട പേരാണ് ശംവീൽ, അതല്ലെങ്കിൽ സ്വംവീൽ. അറബിയിൽ 2 നിലക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശംവീൽ എന്നും ഷീനിന്റെ സ്ഥാനത്ത് സ്വാദ് കൊടുത്തുകൊണ്ട് സ്വംവീൽ എന്നും ആ ആൺകുട്ടിക്ക് പേരിട്ടു. അദ്ദേഹത്തിന് പിന്നീട് പ്രവാചകത്വ പദവി ലഭിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതാണ് ശംവീൽ. ബൈബിളിലൊക്കെ ശമുവേൽ എന്നറിയപ്പെടുന്ന പ്രവാചകൻ. അങ്ങനെ അദ്ദേഹമാണ് പിൽക്കാലത്ത് പിന്നീട് ഇസ്രായേല്യരുടെ പ്രവാചകനും ന്യായാധിപനും ഖാദിയുമൊക്കെയായി മാറിയത്. അദ്ദേഹത്തിന്റെ ആ നിയന്ത്രണത്തിൽ കീഴിൽ ഇവരിങ്ങനെ പിന്നീട് ജീവിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് വാർദ്ധക്യം പിടിപെട്ടു. വാർദ്ധക്യം പിടിപെട്ട ഘട്ടത്തിൽ ഇസ്രായേല്യർക്ക് തോന്നി, തങ്ങൾ ഏറ്റവും മർദ്ദകരായ ഒരു ഭരണകൂടത്തിന്റെ കീഴിലാ ജീവിക്കുന്നത്. ഈ രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദ്രോഹിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള മർദ്ദക ഭരണകൂടത്തിനെതിരെ തങ്ങളെ നയിക്കുവാനും യുദ്ധത്തിലും മറ്റും നേതൃത്വം നൽകുവാനും വേണ്ടി ഒരു രാജാവിനെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്ന് ഇസ്രായേല്യർ മക്കർ ആവശ്യപ്പെടുകയാണ്. അവരെ മഹാനായ ഈ ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ പോയി ആ ആഗ്രഹം പറയുകയാണ്. അന്ന് നിലവിലുള്ള പ്രവാചകനോട് അവർ പറയാണ്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു രാജാവിനെ കിട്ടിയെങ്കിൽ,
ഒരു രാജാവിനെ നിങ്ങൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരുമോ? എങ്കിൽ ഞങ്ങൾക്ക് ഈ മർദ്ദക സമൂഹത്തിനെതിരെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് പടപൊരുതാമായിരുന്നു എന്നൊക്കെ അന്നുള്ള ഈ പ്രവാചകനോട്, അന്നുള്ള ഈ നബിയോട് ഈ സമൂഹം പോയി ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ ഒരു രാജാവിന് നിശ്ചയിച്ചു കൊടുത്താൽ ഈ ജനതയിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും, അവരുടെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ അവരുമായി കുറച്ചു കാലമെങ്കിലും ഇടപഴകി പരിചയമുള്ള ആ പ്രവാചകന് ഊഹിക്കാവുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ ആ പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആഗ്രഹിക്കും പോലെയുള്ള ഒരു രാജാവിനെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ച് യുദ്ധരംഗത്തിന് നിങ്ങൾ പിന്മാറിയേക്കുമോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ഇല്ല എന്നൊക്കെ അവരാദ്യം പറഞ്ഞെങ്കിലും അവസാനം സംഭവിച്ചത് ഈ പ്രവാചകൻ സംശയിച്ച രൂപത്തിൽ തന്നെയായിരുന്നു. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 246 ആയത്ത് മുതൽക്ക് വളരെ കൃത്യമായി ആ സംഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു തആല ചോദിക്കുകയാണ്, അലം തറ ഇലൽ മലഇ മിൻ ബനീ ഇസ്രായീല മിൻ ബഅദി മൂസാ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം ഇസ്രായേൽ സന്തതികളിലെ പൗരപ്രധാനികളും പ്രമാണികളും നാട്ടുമൂപ്പന്മാരുമൊക്കെ അവരുടെ കാര്യം നീ കണ്ടില്ലേ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അക്കാലഘട്ടത്തിലെ ഇസ്രായേലരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഓ നബിയെ, നിങ്ങൾ കണ്ടില്ലേ? ഇലൽ മലഇ, പൗരന്മാരിലേക്ക്, പ്രധാനികളിലേക്ക്. ആരുടെ പൗരന്മാർ? മിൻ ബനീ ഇസ്രായീല, ഇസ്രായേൽ മക്കളിലുള്ള പ്രധാനികളെ നീ കണ്ടില്ലേ? മിൻ ബഅദി മൂസാ, മൂസായുടെ കാലശേഷം. ഇത് ഖാലു, അവര് പറഞ്ഞ സന്ദർഭം, ലിനബിയില്ലഹും, അവരുടെ നബിയോട്, ലിനബിയില്ലഹും, അന്ന് അവരുടെ കൂടെയുണ്ടായിരുന്ന അവരുടെ നബിയോട്. ഇതാണ് ഞാൻ പറഞ്ഞ ശമൂവേൽ പ്രവാചകൻ, അതല്ലെങ്കിൽ ശംവീൽ, സ്വംവീൽ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ പ്രവാചകന്റെ പേര് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞ ലിനബിയില്ലഹും, അവരുടെ അക്കാലഘട്ടത്തിലുള്ള നബിയോട് ഇസ്രായേൽ മക്കളിലെ പ്രധാനികളും നേതാക്കളും ഒക്കെ പോയിട്ട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? ഇബ്അസ് ലനാ, താങ്കൾ ഞങ്ങൾക്ക് നിയോഗിച്ചു തന്നാലും, മലിക്കൻ, ഒരു രാജാവിനെ, ഒരു രാജാവിനെ താങ്കൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. എന്തിനാണ്? നുഖാതിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം തരാൻ കെൽപ്പുള്ള ഒരു രാജാവിനെ താങ്കൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നാലും. ആ അവസരത്തിലാണ് ഈ മഹാനായ ശംവേൽ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. അദ്ദേഹം ചോദിക്കുന്നു, ഹൽ അസൈതും, നിങ്ങളായി തീരുമോ, നിങ്ങളായി മാറുമോ? ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാൽ, നിങ്ങളുടെ മേൽ നിങ്ങളിപ്പോ ചോദിച്ചു വരുന്ന ഈ യുദ്ധമുണ്ടല്ലോ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വല്ലാത്ത പൂതിയുണ്ട്, അതിനൊരു നേതാവില്ലാത്ത തകരാറേയുള്ളൂ, അതുകൊണ്ടൊരു രാജാവിനെ നേതാവായി നിശ്ചയിച്ചു തന്നൂടെ എന്ന് ചോദിക്കുമ്പോ ഈ ജനതയോട് തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ അസൈതും, നിങ്ങളായി മാറുമോ? ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാ തുഖാതിലു, പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാതെ നിങ്ങൾ ഒഴിഞ്ഞു മാറുമോ? നിങ്ങൾ അങ്ങനെ അവസാനം ആ നേരത്ത് പ്രത്യേകമായ സാഹചര്യം വരുമ്പോ നിങ്ങൾ പിന്മാറിക്കളയുമോ? കാരണം അവരെ നന്നായിട്ട് അറിയാം, ഈ സമൂഹത്തിന്റെ സ്വഭാവം പ്രതികരണമൊക്കെ നന്നായിട്ട് അറിയാം പ്രവാചകന്. അതുകൊണ്ട് തന്നെയാ അങ്ങനെ ചോദിച്ചത്. എന്നാൽ അവരാദ്യം പറഞ്ഞത് എന്താണ്? ഖാലു, അവര് പറഞ്ഞു, വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? എന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളോട്? ഞങ്ങൾ എന്തേ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്?
യുദ്ധം ചെയ്യാനല്ലേ ഇവിടെ ന്യായമുള്ളൂ, പിന്നെ ഞങ്ങളെ കുറിച്ച് എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? കാരണം വഖദ് ഉഖ്രിജ്നാ, ഞങ്ങൾ പുറത്താക്കപ്പെട്ടവരാണല്ലോ, മിൻ ദിയാരിനാ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, വ അബ്നാഇനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും. അങ്ങനെയൊക്കെ വല്ലാത്ത പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊരു നേതാവില്ലാത്ത തകരാറ് മാത്രമേയുള്ളൂ. എപ്പ യുദ്ധത്തിന് ഓർഡർ വന്നാലും ഞങ്ങൾ അതിന്റെ പിന്നാലെ റെഡിയാണ്. എന്തിന് താങ്കൾ ഞങ്ങളെ സംശയിക്കണം എന്നാണ് ആദ്യം ചോദിക്കുന്നത്. എന്നാൽ ആ പ്രവാചകന്റെ സംശയം ബലപ്പെടുന്ന കാര്യമാ പിന്നീടുണ്ടായത്. ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ തവല്ലൗ ഇല്ലാ ഖലീലം മിൻഹും വല്ലാഹു അലീമും ബിസ്സാലിമീൻ. അല്ലാഹു പറയാണ്, ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, അവരിൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടുകൊണ്ട് നിയമം വന്നപ്പോൾ തവല്ലൗ, അവർ പിന്തിരിഞ്ഞുപോയി, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ നിന്നുള്ള ഒരു തുച്ഛമായ ഒരു കുറഞ്ഞ ശതമാനം ആളുകളല്ലാത്തവരൊക്കെ പിന്മാറുകയാണ് ചെയ്തത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, അക്രമികളായ ജനതയെക്കുറിച്ച് റബ്ബിന് നല്ല വിവരമുണ്ട്, അള്ളാഹുവിന് നല്ല അറിവുണ്ട് ഇവരെ സംബന്ധിച്ച് എന്നാണ് അല്ലാഹു തആല അവരെ സംബന്ധിച്ചു പറയുന്നത്. തുടർന്നു കൊണ്ടതാ ആ പ്രവാചകൻ അവരോട് പറയാണ്, വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലികാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഖദ് ബഅസ ലക്കും, നിങ്ങൾക്കിതാ നിശ്ചയിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്നു, താലൂത മലികാ, താലൂത്ത് എന്ന് പറയുന്ന ഒരു രാജാവിനെ നിങ്ങൾക്ക് രാജാധികാരിയായിക്കൊണ്ട്, രാജനായിക്കൊണ്ട് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. മഹാനായ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തു, ത്വാലൂത്തിനെയാണ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾക്ക് ത്വാലൂത്ത് പ്രവാചകൻ ത്വാലൂത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചു തരുന്നത്, അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഉടനെ മട്ടുമാറി, സ്വഭാവം മാറി. ഇതുവരെ രാജാവിനെ തരണം, രാജാവ് വേണം, ഇല്ലാത്ത കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ ജനത ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതം മിനൽ മാൽ. അവര് ചോദിക്കാൻ തുടങ്ങി, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ, ഈ ത്വാലൂത്തിന് ഞങ്ങളുടെ മേൽ അധികാരം കൊടുക്കാൻ എന്ത് ന്യായമാ ഉള്ളത്? ഇതുവരെ രാജാവ് വേണം രാജാവ് വേണം എന്നാ പറഞ്ഞു. ഇപ്പൊ രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു, ത്വാലൂത്ത് രാജാവ്. അപ്പൊ നന്ദി കെട്ട ജനതയാണല്ലോ, ആ പാരമ്പര്യം ഇസ്രായേലിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോവില്ല. അവര് ചോദിക്കാൻ തുടങ്ങി, അതെങ്ങനെ ഇയാൾക്ക് അധികാരം കൊടുക്കുക? എന്താ അതിന് കാരണം പറഞ്ഞത്? വനഹ്നു അഹഖു ബിൽ മുൽക്കി. 3 കാരണം അവർക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാരണം വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, അയാളെക്കാൾ എന്തുകൊണ്ടും അധികാരത്തിന് അർഹത ഞങ്ങൾക്കാണ്. ഞങ്ങൾ വിചാരിച്ച കുടുംബത്തിൽ നിന്നല്ല അത് ശരിയാവില്ല. ഒരു രാജാവ് വരുമ്പോ ഒന്നുകിൽ രാജപാരമ്പര്യം വേണം, അല്ലെങ്കിൽ ഒരു നബിമാരുടെ പാരമ്പര്യം വേണം. ഈ ത്വാലൂത്തിന് ഇത് രണ്ടുമില്ല. രാജപാരമ്പര്യത്തിലും പെട്ടയാളല്ല, നബി കുടുംബ പാരമ്പര്യത്തിലും പെട്ടയാളല്ല, ഒരു സാധാരണക്കാരനാണ്. അയാളെ രാജാവായിട്ട് നിശ്ചയിക്കാൻ മാത്രം അയാൾക്ക് എന്ത് പ്രത്യേകതയുള്ളത് ഞങ്ങളെക്കാൾ? ഇവിടെ ഞങ്ങളിൽ പലരും രാജകുടുംബത്തിൽപ്പെട്ടവരുണ്ടല്ലോ, നബി കുടുംബത്തിൽപ്പെട്ടവരുണ്ടല്ലോ. ഞങ്ങൾക്കാർക്കും കിട്ടാതെ എന്തുകൊണ്ട് ത്വാലൂത്തിന് കൊടുക്കുന്നു? അത് ശരിയാവില്ല, ഒന്നാമത്തെ ന്യായം. 2, വലം യുഅത സഅതം മിനൽ മാൽ, അദ്ദേഹമാണെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുമാണ്. ഒരു രാജാവൊക്കെ ആവുമ്പോ ഇത്തിരി പൈസക്കാരനും പണക്കാരനും ഒക്കെ ആവണ്ടേ, അയാൾക്ക് കാശുമില്ല. വലം യുഅത സഅതം മിനൽ മാൽ, അദ്ദേഹത്തിന് വിശാലമായ സമ്പത്തുള്ള വ്യക്തിത്വവുമല്ല. അന്നേരം അതാ പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ്, ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസഅദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മ വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. നബിമാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, കാര്യം നിങ്ങൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല.
നബി പാരമ്പര്യം നോക്കിയിട്ടും രാജപാരമ്പര്യം നോക്കിയിട്ടും ഒന്നുമല്ല. ഇവിടെ അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. ഇവിടെ മഹാനായ ഈ വ്യക്തിത്വത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അല്ലാഹ് നിങ്ങളെ കാണൊക്കെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താ ചോദ്യം ചെയ്യാൻ അധികാരം? ആർക്ക് അധികാരം കൊടുക്കണം? ആരിൽ നിന്ന് അധികാരം നീക്കം ചെയ്യണം? ആർക്ക് ഇസ്സത്ത് കൊടുക്കണം? ആർക്ക് നിന്യത കൊടുക്കണം? അതൊക്കെ റബ്ബല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളാണോ? നിങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കാരണം അദ്ദേഹം തന്നെയാ നേതാവാകേണ്ടത് എന്നുള്ളതിനുള്ള ഒന്നാമത്തെ കാരണം അല്ലാഹ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. റബ്ബ് തെരഞ്ഞെടുത്ത ഒരാളെ ചോദ്യം ചെയ്യാനും പറ്റൂല എന്ന് പറയാനും നിങ്ങൾ ആരാ? ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും. രണ്ടാമത്തെ കാരണം പറഞ്ഞത് വസാദഹു, അല്ലാഹു അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ബസ്തൻ, നല്ല വിശാലമാക്കി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഫിൽ ഇൽമി, നല്ല അറിവുള്ള വ്യക്തിത്വമാണ്, നല്ല അറിവ് അദ്ദേഹത്തിനുണ്ട്. മൂന്നാമത്തെ കാരണം വൽ ജിസ്മി, അഥവാ അദ്ദേഹത്തിന് നല്ല ശാരീരിക ശേഷിയുമുണ്ട്. പണമല്ലേ കുറവുള്ളൂ? പണമല്ല ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ അദ്ദേഹത്തിന് അല്ലാഹു ധാരാളമായ ഇൽമു കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും നേരിടാൻ മാത്രം നല്ല കരുത്തും നല്ല ശക്തിയും നല്ല ശാരീരികമായ ബലവും അല്ലാഹു നൽകിയിട്ടുണ്ട്. തീർന്നില്ല, വല്ലാഹു യുഅ്തി മുൽകഹു മയ്യശാ, അള്ളയാണ് അവന്റെ അധികാരം ആർക്കാ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ രാജാധികാരം കൊടുക്കുന്നവനാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹ് വളരെ വിശാലനാണ്, അള്ളാഹ് വളരെ അറിവുള്ളവനും തന്നെ. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആ പ്രവാചകൻ അവർക്ക് കൊടുത്ത മറുപടിയാണ്. അങ്ങനെ അവസാനം ബനൂ ഇസ്രായേലിൽ എപ്പോഴും അങ്ങനെയുള്ള, ആദ്യം പറഞ്ഞാൽ കേൾക്കൂല, പിന്നെ ഒരു മനല്ലാ മനസ്സോടെ, ഒരു അർദ്ധ മനസ്സോടെ അവരെന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന മട്ടിൽ അവർ വഴങ്ങി, അവരെന്നാ അനുസരിച്ചു, എന്നാ പിന്നെ നോക്കുക എന്ന മട്ടില് അവരിങ്ങനെ ഏതാണ്ടൊന്നിങ്ങനെ പകുതി സമ്മതത്തിലായി. ആ സമയത്ത് മഹാനായ പ്രവാചകൻ അവരോട് വീണ്ടും പറയാണ്, അദ്ദേഹത്തിന്റെ രാജപദവിയിൽ നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ അല്ലേ? എങ്കിൽ അദ്ദേഹം രാജാവ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലക്ക്, അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്ന ഒരു രാജാവ് എന്ന നിലക്ക് ഒരു വലിയ ദൃഷ്ടാന്തം അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ പോവുകയാണ്. അതെന്താ? യുദ്ധരംഗത്ത് നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന നിങ്ങളുടെ ആ പെട്ടകമില്ലേ, താബൂത്ത്, അതുപോലെ തന്നെ തൗറാത്ത്, അതൊക്കെ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയതിൽ നിങ്ങൾ വല്ലാത്ത വിഷമത്തിലും മനോവീര്യം തകർന്നുകൊണ്ടും ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ കഴിയല്ലേ? അത്ഭുതകരമായ നിലക്ക് ആ പെട്ടകം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരും. അത്ഭുതകരമായ നിലക്ക് ആ പേടകം നിങ്ങൾക്ക് സമീപത്തേക്ക് എത്തും. അത് അല്ലാഹു പ്രത്യേകമായി താലൂത്തിനുള്ള ഒരു തെളിവായിക്കൊണ്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ് എന്നാണ് തുടർന്നുകൊണ്ട് ഈ പ്രവാചകൻ പറയുന്നത്. എന്നാലെങ്കിലും നിങ്ങൾ വിശ്വസിക്ക് എന്ന് പറയാൻ വേണ്ടി. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. وقال لهم نبيهم, അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, അഥവാ ശംവയിൽ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ആയത മുൽക്കിഹി, ത്വാലൂത്തിന്റെ രാജപദവിക്കൊരു ദൃഷ്ടാന്തം വരാൻ പോകുന്നുണ്ട്. ത്വാലൂത്തിന്റെ രാജപദവിക്കുള്ള ദൃഷ്ടാന്തം താബൂതു, നിങ്ങളുടെ പെട്ടകം നിങ്ങൾക്ക് വന്നു കിട്ടലാണ്, നിങ്ങളിലേക്ക് എത്തലാണ്. ആ പേടകം ഫീഹി, അതിലുണ്ട് സകീനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സമാധാനമുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിനൊരു ശാന്തി ആ പേടകം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വആലു ഹാറൂൻ, ഹാറൂൻ കുടുംബവും മൂസ കുടുംബവും ഒക്കെ വിട്ടേച്ചു പോയ ചില അവശിഷ്ടങ്ങളും അതിനകത്തുണ്ട്. അങ്ങനെയുള്ള പെട്ടകം തഹ്മിലുഹുൽ മലായിക, മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും.
മലക്കുകളാണ് അത് നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുതന്നു തരിക. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയം നിങ്ങൾക്ക് അതിലുണ്ട്, ലആയത്തൻ ലക്കും, ദൃഷ്ടാന്തമുണ്ട്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. കണ്ടോ, അപ്പൊ താലൂത്തിന്റെ രാജത്വത്തിനും അദ്ദേഹം അവരെ നയിക്കുവാൻ പറ്റിയ നേതാവാണ് എന്നുള്ളതിനും ഒരു ദൃഷ്ടാന്തം പ്രവാചകൻ അവരെ അറിയിച്ചു കൊടുത്തതാണിത്. അതായത് നിങ്ങളിൽ നിന്ന് മുമ്പ് ശത്രുക്കൾ പിടിച്ചടക്കി കൊണ്ടുപോയ ആ താബൂത്തുണ്ടല്ലോ, നിങ്ങളുടെ ഒരു പരിശ്രമവും അധ്വാനവും കൂടാതെ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. മലക്കുകളായിരിക്കും അത് കൊണ്ടുവന്ന് തരിക. ഇതാണ് അത്ഭുതകരമായ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഫീഹി സകീനത്തും മിർ റബ്ബിക്കും എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്കതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള മനസ്സമാധാനമുണ്ട്. കാരണം അത് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവരുടെ ആവേശവും മനോവീര്യവും ഒക്കെ ചോർന്നു പോയിട്ടുണ്ടായിരുന്നു. മുമ്പൊരു യുദ്ധത്തിൽ, ഫെലിസ്ത്യരുമായിട്ടുണ്ടായ യുദ്ധത്തിൽ അതവരിൽ നിന്ന് കൈവിട്ടു പോയതിൽ അവർ വല്ലാത്ത നിരാശയിലായിരുന്നു. കിട്ടിയെങ്കിൽ എന്ന് മോഹിച്ച് നടക്കുന്നതായിരുന്നു അവർ. അത് നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. എന്താണ് ഈ മൂസാ കുടുംബവും ഹാറൂൺ കുടുംബവും ഒക്കെ ബാക്കിയാക്കിയത് അതിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിൽ തൗറാത്തിന്റെ പകർപ്പുണ്ട്. അതല്ലെങ്കിൽ തൗറാത്ത് എഴുതിയ ചില പലകകളുണ്ട്. അതല്ലെങ്കിൽ ചില പലകകളുടെ കഷ്ണങ്ങളുണ്ട്. അതല്ലെങ്കിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും വടികൾ അതിലുണ്ട്. അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ചില വസ്ത്രങ്ങൾ അതിലുണ്ട്. ഏതോ ആവട്ടെ, എന്തായിരുന്നാലും ആ പെട്ടകം അവർ ഏറെ ബഹുമാനത്തോടെ ഏറെ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പെട്ടകമാണ്. അതാണ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അത് നിങ്ങൾക്ക് തിരികെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്താ നിങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടത്? അത് തഹ്മിലുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു ഉദ്ദേശം മലക്കുകൾ അത് താലൂത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ്. ഇമാം ഖതാദ റഹിമഹുള്ളയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, മലക്കുകൾ അത് താലൂത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു പോയി. രണ്ടാമത്തെ റിപ്പോർട്ട് ഇമാം സൗരിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത്, ഒന്നോ രണ്ടോ പശുക്കളെ അതല്ലെങ്കിൽ കാളയെ കെട്ടിയ ഒരു വണ്ടിയിലാണ് മലക്കുകൾ അത് കൊണ്ടുവന്നത്. ആ വണ്ടി തെളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ആരാ തെളിക്കുന്നതെന്ന് കാണുന്നില്ല. ഒരു അദൃശ്യ ശക്തി തെളിക്കുന്ന നിലക്ക് ഒരു വണ്ടിയിൽ ഇങ്ങനെ ഈ പെട്ടി വരുന്നു, ആളില്ല തെളിക്കുന്നത്. അതുകൊണ്ട് അത് മലക്കുകൾ ആ നിലക്കാണ് കൊണ്ടുവന്നത് എന്ന് പല വീക്ഷണങ്ങളും പണ്ഡിത ലോകത്തുണ്ട്. ഏതായിരുന്നാലും ആ താബൂത്തിന്റെ വരവ്, ആ പെട്ടിയുടെ അവരിലേക്കുള്ള തിരിച്ചു വന്നു ചേരൽ താലൂത്തിന്റെ രാജത്വത്തിനുള്ള തെളിവും അടയാളവുമായിട്ടാണ് ആ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ അവരിങ്ങനെ അങ്ങനെയൊക്കെ ഒരു സമാധാനത്തിലോ സന്തോഷത്തിലോ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അവരേതായാലും പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാ പിന്നെ പോകന്നെ. ആ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടോ, ഒരു പരീക്ഷണവും കൂടി നടത്തണം. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങളിലൂടെ ഒരു ശുദ്ധീകരണം എല്ലാ ജനതയിലും ഇങ്ങനെ നടത്തും. ഒന്നാകെ ചപ്പുചവർണ്ണ കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് പോയാൽ ചിലപ്പോൾ ജയിക്കൂല. അവിടെ നല്ല കരുത്തുള്ളവരെ ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് റബ്ബ് ഇങ്ങനെ സെലക്ട് ചെയ്യും. അതിനിടക്കിടക്ക് ചില പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ നബിയോട് ഈ ജനത വന്നിട്ട് ആവശ്യപ്പെട്ടല്ലോ, യുദ്ധം ചെയ്യാൻ മുട്ടിയിട്ട് വയ്യ, ഒരു നേതാവില്ലാത്ത തകരാറേ ഉള്ളൂ, ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ജനതയുടെ എണ്ണം 80,000 ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എത്ര? 80,000 ആൾക്കാരാണെന്ന് ആവശ്യപ്പെട്ടത് അന്ന് ആ ജനതയുടെ അംഗസംഖ്യ. അങ്ങനെ യുദ്ധാണ് നിയമമാക്കിയപ്പോ തവല്ലവും ഇല്ല കലീലം മിൻഹുന്നാ പറഞ്ഞത്. ഭൂരിപക്ഷവും കൊഴിഞ്ഞുപോയി. കണ്ടോ, ഒന്നാമത്തെ ശുദ്ധീകരണം ഫിൽട്ടർ ചെയ്യാണ്. ഓരോന്നിങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരികയാണ്. ആദ്യത്തെ യുദ്ധം നിയമമാക്കിയപ്പോ തന്നെ കുറെ ആള് പേടിച്ച് പിന്മാറി. 80,000 കുറെ എണ്ണം കുറഞ്ഞു. ഇനി അടുത്ത ഫിൽട്ടറിംഗ് നടക്കുകയാണ്. കാരണം സമരരംഗത്ത് ശത്രുവിന്റെ മുമ്പിലേക്ക് ഈമാനില്ലാത്ത കുറെ ചവറുകളെ കയറ്റി വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അടുത്ത ഫിൽട്ടറിംഗ് ആണ് നടക്കാൻ പോകുന്നത്. പരീക്ഷണം. എന്താ പരീക്ഷണം? അവരുടെ കൂട്ടത്തിൽ അച്ചടക്കരാഹിത്യമുള്ള ആളുകളുണ്ട് എന്ന് അല്ലാഹുക്കറിയാലോ. വിശ്വാസ ദൗർബല്യം ബാധിച്ചവരുണ്ട്, ഈമാൻ ഉറച്ചിട്ടില്ല, പതറിപ്പോകും. അതും ശരി ഇതും ശരിയാണ് ആൾക്കാരുണ്ടാവും. അവർ ശരിയല്ല എന്നാ പിന്നെ കൂടിക്കൊടുത്തോടാന്ന് പറയുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പല ടീമും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് രാജാവാണോ ഇയാള് എന്ന ആശങ്ക പുലർത്തുന്ന ആളുകൾ പോലും അവരുടെ കൂടെയുണ്ട്. ഒരു ത്യാഗത്തിനും സന്നദ്ധരല്ലാത്ത ആൾക്കാരും ഉണ്ട് അവര്. അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ കൂടിയും കൊണ്ടുപോയി യുദ്ധകളത്തിലേക്ക് പോയാൽ പ്രശ്നമാവുമെന്നറിയുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുള്ള നിഷ്കളങ്കരെ ഒന്ന് വേർതിരിക്കണം. അതിനി ഒരു പരീക്ഷണം നടക്കാൻ പോവാണ്, ഒരു ഫിൽട്ടറിംഗ് നടക്കാൻ പോവാണ്. എന്താണ് പരീക്ഷണത്തിനുള്ള മാർഗം?
അല്ലാഹു പറയുന്നു, ഫലമ്മാ ഫസല ത്വാലൂതു ബിൽ ജുനൂദ് قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين غلبوا على فلما كتب عليهم القتال. അല്ലാഹു തുടക്കത്തിൽ പറഞ്ഞല്ലോ, യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്, അവരിൽ ഉണ്ടാകുന്ന സംഭവം പറയും. ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദ്, ത്വാലൂത്ത് ഈ സൈന്യങ്ങളെയുമായി കൊണ്ട് യാത്ര ആരംഭിച്ചപ്പോ കുറെ ആൾക്കാർ കൊഴിഞ്ഞു പോയാലോ ആദ്യം തന്നെ. ഈ ബാക്കിയുള്ള മുഅ്മിനീങ്ങളാണ് വിചാരിക്കുന്ന ആൾക്കാരെയും കൊണ്ട് ത്വാലൂത്ത് പുറപ്പെട്ടപ്പോ ഇസ്രായേലരായ ആളുകളുടെ വാസസ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ഒരു പ്രസിദ്ധമായ നദിയാണ് ജോർഡാൻ നദി. ആ ജോർഡാൻ നദി ഇന്നും ഫലസ്തീനിൽ ഒഴുകുന്നുണ്ട്. ജോർഡാൻ നദി, ആ ജോർഡാൻ നദിക്ക് ഒരുപാട് കൈവഴികൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പല പോഷക നദികൾ ജോർഡാൻ നദിയിൽ നിന്ന് പിരിഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നിരുന്നു. അതിൽപ്പെട്ട ഏതോ ഒരു നദിയുടെ സമീപത്തുകൂടെ ആ നദി മുറിച്ച് കടന്നിട്ട് വേണം ത്വാലൂത്തിന്റെ പട്ടാളത്തിന് എവിടേക്ക് പോകാൻ, ഇവരുമായി യുദ്ധത്തിന് പോകാൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നടത്തുകയാണ്. എന്താ പരീക്ഷണം? ത്വാലൂത്ത് അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, അല്ലാഹു നിങ്ങളെ ഒരു നദി മുഖേന ഇതാ പരീക്ഷിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു നദി മുറിച്ചു കടക്കണം. ആ നദിയുടെ സമീപത്തെത്തുമ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു, നല്ല ഉഷ്ണവും ദാഹവും കൂടുതലുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു യാത്ര. അപ്പോഴാണല്ലോ ആ പരീക്ഷണത്തിന്റെ ഫലം കൂടുതൽ വ്യക്തമാകേണ്ടത്. കാരണം നല്ല അത്യുഷ്ണമുണ്ട്, നല്ല ദാഹവുമുണ്ട്. നല്ല ദാഹം തോന്നുകയും ചൂടുള്ള സമയവുമാകുമ്പോ ആ തെളിനീരൊഴുകുന്ന നദിക്ക് മുറിച്ചു കടക്കുമ്പോ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെ കുടിക്കും എന്നുള്ളതാണല്ലോ പരീക്ഷണം ഉണ്ടാകുന്നത്. വെള്ളത്തിന് ആവശ്യമുണ്ടായിട്ട് ആര് വെള്ളം തൊടാതിരിക്കുന്നു എന്നതിലല്ലേ പരീക്ഷണം കിടക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ അവരോട് പറയാണ്, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, അല്ലാഹ് നിങ്ങൾക്കൊരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. ഫമൻ ശരിബ മിൻഹു, ആ നദിയിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ ഫലൈസ മിന്നീ, അവൻ എന്റെ സൈന്യത്തിൽ പിന്നെ തുടർന്ന് പോരാൻ യോഗ്യനല്ല, അവൻ പിന്നെ എന്റെ പട്ടാളത്തിൽ മെമ്പറല്ല, അവൻ പിന്നെ എന്റെ മാർഗത്തിലല്ല, അവൻ പിന്നെ എന്റെ വഴിയിലല്ല. അതുകൊണ്ട് വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നീ, ആ നദിയിൽ നിന്ന് ആരാണോ കുടിക്കാതെ രുചിക്കാതെ മാറി നിൽക്കുന്നതെങ്കിൽ അവർ മാത്രമേ എന്റെ കൂടെ പോരേണ്ടതുള്ളൂ. എന്നാൽ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി, നല്ല ചൂട് ഉഷ്ണക്കും ദാഹമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കോരൽ വെള്ളമൊക്കെ കുടിക്കാം, അതിന് ഞാൻ സൈന്യത്തിന്ന് പുറത്താക്കൂല. വല്ലാത്ത ദാഹം തോന്നുന്നത് ഒരു കോരൽ വെള്ളം കുടി, വല്ലാതെ കുടിച്ചു പോകാൻ പാടില്ല, വല്ലാതെ കുടിക്കാൻ പാടില്ല. ഒരു കോരൽ ഒരു കുമ്പിളൊക്കെ കുടിക്കാം, അതിലപ്പുറം പാടില്ല. അതാണ് നിങ്ങൾക്കുള്ള പരീക്ഷണം. എന്റെ കൂടെ പോരണോ പോരണ്ടേ എന്നുള്ളത് നിങ്ങളെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അതാണ്. അതുണ്ടെങ്കിൽ എന്റെ കൂടെ പോരണ്ടു, അല്ലെങ്കിൽ വേണ്ട, പിരിഞ്ഞോളൂ. എന്താ സംഭവിച്ചത്? ഭൂരിഭാഗം ആൾക്കാരും നല്ലോണം കുടിച്ചു. ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ നിന്ന് ഒരു ന്യൂനപക്ഷമല്ലാത്ത മുഴുവൻ ആളുകളും അതിൽ നിന്ന് നന്നായി കുടിച്ചു. കണ്ടോ, അടുത്ത ഫിൽട്ടറിംഗ് നടന്നു. കുറെ ആൾ അതിൽ നിന്ന് പോയി. 80,000 തുടങ്ങിയതാ, എവിടെ എത്തണമെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നുണ്ട് എണ്ണം പിന്നെ എത്രയായി. 80,000 പോയിട്ട് എത്രയായി എന്ന് പറയാൻ പോകും. അങ്ങനെ ആ ഫിൽട്ടറിംഗ് നടന്നു. ശരി, കുറെ ആൾ അവിടുന്ന് കൊഴിഞ്ഞു പോയി. കുടിക്കാത്ത അല്ലാഹുവിന്റെ ഈ നബിയുടെ ഈ നേതാവിന്റെ കൽപ്പന ശിരസാവഹിച്ച ആളുകൾ മാത്രമായി കൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. അടുത്ത ഫിൽട്ടറിംഗ് നടക്കാൻ പോകുന്നത്. എല്ലാം കഴിഞ്ഞ് ജാലൂത്ത് എന്ന് പറയുന്ന സേനാ നായകനാണ് ശത്രുപാളയത്തിന്റെ കമാൻഡർ. അയാളോടാ പോരാടേണ്ടത്. അയാളും അയാളുടെ പട്ടാളവും സർവ്വ സന്നാഹങ്ങളോടങ്ങനെ കാത്തു നിൽക്കുന്നിടത്തേക്കാണ് എത്തുന്നത്.
അങ്ങനെ ആ നദി മുറിച്ചു കിടന്നു. ആര്? പ്രവാചകനും ആ താലൂത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളുമൊക്കെ ആ നദി കുറുകെ കിടന്ന് സമരരംഗത്തേക്ക് എത്തി. ശത്രുക്കളെ കൺമുമ്പിൽ കണ്ടപ്പോ ഈമാനില്ലാത്തവർക്ക് പിന്നെയും പതറാൻ തുടങ്ങി. ഖാലൂ, അവരിൽ ചില ആളുകൾ പറഞ്ഞു, ലാ ത്വാഖത ലനൽ യൗം, ഇന്നത്തെ ദിവസം നമുക്ക് താക്കത്തില്ല, നമുക്ക് കഴിയൂല. ബിജാലൂത വജുനൂദി, കണ്ടില്ലേ ഈ മല്ലനായ ജാലൂത്ത്, അവന്റെ എല്ലാം തികഞ്ഞ പട്ടാളം, അവരുമായി പോരാടുവാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ പേടിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ, നല്ല ഉറച്ച ആൾക്കാർ എന്തു പറഞ്ഞു? قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. قال الذين يظنون, ആരാ പറഞ്ഞത്? الذين يظنون أنهم ملاقو الله, അള്ളാനെ നാളെ മഹ്ശറിൽ വെച്ച് കണ്ടുമുട്ടും എന്ന് ഉറപ്പുള്ള ആൾക്കാർ പറഞ്ഞു. നല്ല ഈമാൻ ഉറപ്പുള്ള ആളുകൾ പറയാൻ തുടങ്ങി ഇവരോട്, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അവരാരോ ആയിക്കോട്ടെ, എത്ര അംഗസംഖ്യയെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും കൂടെ ഒരുമിച്ചോട്ടെ, എല്ലാവരും കൂടി ഞങ്ങളെ ഈ സത്യത്തിന്റെ ദീനിനെതിരെ പോരാടിക്കോട്ടെ, എല്ലാവരും കൂടി നമുക്ക് എതിർകക്ഷിയായിക്കൊണ്ട് ഐക്യമുന്നണി ഉണ്ടാക്കിക്കോട്ടെ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? കം മിൻ ഫിയത്തിൻ ഖലീല, എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന, അല്ലാഹുവിന്റെ അനുവാദം മുഖേന, റബ്ബിന്റെ പ്രത്യേകമായ അനുമതി മുഖേന എത്രയെത്ര വമ്പിച്ച സംഘങ്ങളെയാണ്, എത്രയെത്ര കൊച്ചു സംഘങ്ങൾ വിജയിച്ചിട്ടുള്ളത്. ആൾബലത്തിലാണോ ആളുകളെ കാര്യം? അംഗസംഖ്യയിലാണോ കാര്യം? കാമ്പല്ലേ അള്ള നോക്കുന്നത്? ഒരുപാട് ആളുകൾ കാണാൻ തോന്നുണ്ടാകലാണോ? ഈമാനല്ലേ പ്രശ്നം? എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വമ്പിച്ച ഭീമൻ സൈന്യങ്ങളെ തകർത്തിട്ടുള്ളത്. വല്ലാഹു മഅസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാണ് അല്ലാഹു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്, ഈ പരീക്ഷണങ്ങളും കൂടി പൂർത്തിയായിട്ട് പിന്നെ ശത്രുവിനോട് പോരാടാൻ വേണ്ടി നോക്കുമ്പോ സഹാബത്ത് പറയാണ്, കുന്നാ നഖൂലു മആശിറ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളായ കൂട്ടം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇന്ന അദദ അസ്ഹാബി ബദർ ഹും അദദു അസ്ഹാബി താലൂത്ത്, താലൂത്തിന്റെ പട്ടാളത്തിന്റെ അംഗവും ബദരീങ്ങളുടെ പട്ടാളത്തിന്റെ അംഗവും സമമായിരുന്നു എന്ന് പറഞ്ഞാൽ 80,000 ആളുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച് 313ഓളം ആളുകളാ പിന്നെ അവസാനം ബാക്കിയായത്. 80,000-ൽ നിന്ന് 313-ലേക്കുള്ള ദൂരം. ഇടക്കിടക്ക് ഫിൽട്ടറിംഗ് നടക്കുന്നതാണ്. നമ്മൾ പാഠം പഠിക്കണം. ഇസ്ലാമിക സമൂഹത്തിൽ ഇതിങ്ങനെ ഫിൽട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കും. കുറെ ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു പോകുമ്പോൾ അതിൽ ചപ്പുണ്ടാവും, ചവറുണ്ടാവും, ചണ്ടി ഉണ്ടാവും, ഈമാൻ ഇല്ലാത്തതും ഉണ്ടാവും, നല്ല ഈമാനുള്ളതും ഉണ്ടാവും, പല കമ്പനികൾ ഉണ്ടാവും. ഇവരൊക്കെ കൂടി ഒന്നിച്ച് ശത്രുവിനെ നേരിടാൻ നിന്നിട്ട് ഒരുപാട് ആളുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അള്ളാഹ് സഹായിക്കൂല. അപ്പൊ അള്ളാന്റെ സഹായം കിട്ടാൻ വേണ്ടി അള്ളാഹ് എന്ത് തന്നെ ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് അല്ലാഹു തആല സൂറത്ത് ആലി ഇമ്രാനിലെ 179-ാമത്തെ ആയത്ത് സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ്. അല്ലാഹു വിശ്വാസികളെ അവരിപ്പോ ഏതിലാണ് നിലപാടിലാണ് ഉള്ളതെങ്കിൽ അതേപോലെ റബ്ബങ്ങ് വിട്ടേക്കാറ് പതിവില്ല. അല്ലാഹു തആല അവരെ ഇങ്ങനെ പലതും ഇങ്ങനെ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തിനാണെന്നോ, അല്ലാഹ് വേർതിരിക്കാനാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ശുദ്ധീകരണം നടത്തുന്നത്. അൽ ഖബീസ മിനത് ത്വയ്യിബി, നല്ലതിൽ നിന്ന് ചീത്തയെ അങ്ങ് വേർതിരിക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അതെല്ലാ കാലത്തും ഉണ്ടാവും.
അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുമ്പോ അതിൽ പലതും ഉണ്ടാവുമ്പോ ഇതിലൊരു കൃത്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ്. കാരണം അങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവുള്ളൂ. ബദരീങ്ങൾക്ക് അള്ളാന്റെ സഹായം കിട്ടിയത് അവര് ശത്രുവിന്റെ 1/3 ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. 1000-ഓളം വരുന്ന ശത്രുക്കളുമായിട്ടാണ് ബദരീങ്ങൾ ഏറ്റുമുട്ടിയത്. 313 വരുന്ന ഒരു റിപ്പോർട്ടിൽ 319 ഏറിയാൽ 310-ന്റെയും 20-ന്റെയും ഇടക്കുള്ള മെമ്പർമാരെയും കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന നേതാവ് ബദരീങ്ങളെയും കൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങിയത്. പക്ഷേ അള്ളാഹുവിന്റെ സഹായമായിരുന്നു ഉണ്ടായത്. 1000-ന്റെ മുമ്പിൽ 313-ഓളം വരുന്ന സഹാബികൾക്ക് വിജയം നേടാനായി. എന്താ കാരണം? അവര് നല്ല ചാർജുള്ള ബാറ്ററികളായിരുന്നു, നല്ല ഈമാനുള്ള ആളുകളായിരുന്നു, കറകളഞ്ഞ ഈമാനിന്റെ വ്യക്തിത്വങ്ങളായിരുന്നു. അതുകൊണ്ട് അള്ളാന്റെ സഹായം ഉണ്ടായി. ഇത് നമ്മൾ പാഠം പഠിക്കണം. ആൾബലത്തിലല്ല കാര്യം. ഒരുപാട് ആളില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ബേജാറാകരുത്. ഒരാൾക്കാരെ കാണുമ്പോ, ശത്രുക്കളെ കാണുമ്പോ, അല്ലോ ഇനി എന്താ ചെയ്യാ, എല്ലാവരും കൂടി അല്ലേ വരുന്നത് നമുക്കെതിരെ. സത്യത്തിനെതിരെ എന്നും ഉണ്ടാകും സഖ്യകക്ഷികൾ. സത്യം, ഇസ്ലാമിന്റെ സത്യത്തെ തകർക്കാൻ ലോകത്ത് ശത്രുക്കളൊക്കെ ഒറ്റക്കെട്ടായിരിക്കും. എന്നും നിങ്ങൾ നോക്കൂ, ഇസ്ലാമിനെതിരെ ശത്രുക്കളൊക്കെ ഒറ്റക്കെട്ടാണല്ലോ. അതിൽ യഹൂദിയുണ്ട്, നസറാനിയുണ്ട്, ഹൈന്ദവനുണ്ട്, ക്രൈസ്തവനുണ്ട്, എല്ലാവരും ഉണ്ട്. നിരീശ്വരവാദി ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും, വിശ്വാസിയും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഇസ്ലാമിനെ തകർക്കാനുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അതുകൊണ്ടൊന്നും ബേജാറാവേണ്ടതില്ല. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ തന്നെയും യഥാർത്ഥമായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന വക്താക്കൾക്കെതിരെ എന്നും എല്ലാവരും ഒറ്റക്കെട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയാസപ്പെടേണ്ടതില്ല, അതിലൊന്നും ബേജാറാവേണ്ടതില്ല. ഇതൊക്കെ റബ്ബ് ഇങ്ങനെ ശുദ്ധീകരിച്ച് ഇങ്ങനെ കല്ലും നെല്ലും പതിരൊക്കെ ഇങ്ങനെ വേർതിരിച്ചിട്ട് നല്ല ടീമിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. അത് കുറെ കാലം കഴിയുമ്പോൾ അതിലും കുറെ ചപ്പ് ചണ്ടി അടിഞ്ഞുകൂടും. അപ്പൊ അതിൽ നിന്ന് ഫിൽറ്ററിങ്ങും ശുദ്ധീകരണമൊക്കെ പിന്നെയും നടത്തി പിന്നെയും നല്ലവരായിട്ട് ഇങ്ങനെ പോകും. അത് അള്ളാന്റെ ഒരു സമ്പ്രദായമാണ്. കണ്ടോ നിങ്ങൾ, 80,000-ൽ നിന്ന് 313-ലേക്ക് വരുന്ന ആ ഒരു മാറ്റം. തുടക്കത്തിൽ കുറെ ആൾ കൊഴിഞ്ഞുപോയി, പിന്നെ പരീക്ഷണം വന്നപ്പോൾ അതിൽ കുറെ കൊഴിഞ്ഞുപോയി. ശത്രുവിന്റെ അംഗസംഖ്യ കണ്ടപ്പോൾ ബേജാറായിട്ട് പിന്നെ കുറെ ആൾക്കാർ ഇനി എന്താ സംഭവിക്കുക, നമ്മളിഞ്ഞ് ഇവിടുന്ന് ആകെ പോകുമല്ലോ, എല്ലാം കൂടിയല്ലേ വരുന്നത് എന്ന നിലക്ക് അത് കണ്ട് ബേജാറായി. എന്ത് തന്നെ ആയപ്പോഴും അള്ളാഹുവിന്റെ നല്ല ഈമാനിൽ അടിയുറച്ച വിശ്വാസികൾ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. ആര് നമുക്കെതിരെ പടയിളകി വന്നാലും, എന്ത് ജാലൂത്ത്, എന്ത് പട്ടാളം, എന്ത് ആര്, നമുക്കെന്ത്. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വമ്പിച്ച ഭീമൻ സൈന്യങ്ങളെ തകർത്ത് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാന്റെ തൗഫീഖ്. ആ തൗഫീഖ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് നല്ല ഈമാൻ വേണം. അള്ളാഹ് ആരുടെ കൂടെയാണ്? ഒരുപാട് ആൾക്കൂട്ടത്തിന്റെ കൂടെ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. വല്ലാഹു മഅസ് സാബിരീൻ. അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ്. അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നവർ ഇവിടെ നിന്നോ, അല്ലാത്തവർക്ക് പോകാം. ഉറച്ചു നിൽക്കുന്നവര്, നല്ല ക്ഷമയും നല്ല സഹനമൊക്കെ ഉള്ളവർ മതി ഇതില്, അല്ലാത്തവർക്ക് പോകാം. ആ നിലക്ക് മഹാനുഭാവന്മാര് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? മുഅ്മിനീങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. മുഅ്മിനീങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ മനസ്സിലുണ്ടാവൂല ബേജാറ്. അള്ളാന്റെ സഹായം വേണല്ലോ, അതിനവര് തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു പറയാണ്, വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വലമ്മാ ബറസൂ, അവർ പ്രത്യക്ഷമായി പോരാട്ടത്തിന് നിന്നപ്പോ, ലിജാലൂത വജുനൂദിഹി, ശത്രു സൈന്യത്തിന്റെ കമാൻഡർ ആരാണ്? ജാലൂത്ത്. ബൈബിൾ പറയുന്നു ഗോലിയാത്ത്. ആ ജാലൂത്തിനോട് നേരിടാൻ വേണ്ടി മുഅ്മിനീങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. വജുനൂദിഹി, ജാലൂത്തിന്റെ പട്ടാളക്കാരും നിരന്ന് ദ്വന്ദ്വയുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമരത്തിന്റെ ആ ഘട്ടത്തിലെത്തിയപ്പോ മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന് ദുആയാണ്. അതാണല്ലോ ഏറ്റവും വലിയ ആയുധം. എന്തായുധം കയ്യിലുണ്ടായിട്ട് എന്താ? അത് പ്രയോഗിക്കാൻ തൗഫീക്ക് വേണം, ആഫിയത്ത് വേണം, ഒക്കെ അള്ളാന്റെ തൗഫീക്ക് വേണമല്ലോ. അതന്നെ നമ്മുടെ ആയുധം. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം ദുആന്നെ. കണ്ടോ മുഅ്മിനീങ്ങള്, ആ മുഅ്മിനീങ്ങള് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഫ്രിഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണമേ, നീ ഞങ്ങളെ ക്ഷമാലുക്കളിൽ പെടുത്തണേ എന്ന പ്രയോഗവും ക്ഷമ ചൊരിഞ്ഞു തരണേ എന്നുള്ള പ്രയോഗവും രണ്ടും രണ്ടാണ്. അഫ്റഗ എന്ന് പറഞ്ഞാല് ഒരു വലിയ പാത്രത്തിലെടുത്ത് കോരിങ്ങട്ട് ചൊരിഞ്ഞു കൊടുക്കണീനാ എന്ത് പറയാ? അഫ്റഗ എന്ന് പറയാ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ക്ഷമ വാരി കോരി ചൊരിഞ്ഞു തരണേ എന്നാ പറയുന്നത്.
കാരണം കുറച്ചൊന്നും ക്ഷമ പോരാ, വമ്പിച്ച ഭീമനായ നേതാവും പട്ടാളവും മുന്നിൽ നിൽക്കുന്നത്. കുറഞ്ഞ ആൾക്കാരാ ഇവര്. നല്ല ക്ഷമ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലാഹ് ഞങ്ങൾക്ക് ക്ഷമ തരണം. ക്ഷമ തന്നാ പോരെ, ചൊരിഞ്ഞു തരണം. അഫ്രിഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണമേ. വസബ്ബിത് അഖ്ദാമനാ, വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ പാദങ്ങൾ വിറക്കാതെ നീ ഉറപ്പിച്ചു നിർത്തണേ. ശത്രുവിന്റെ മുമ്പിൽ ഞങ്ങളുടെ കാൽമുട്ടുകൾ വിറക്കരുത്. ഞങ്ങളുടെ പാദം കൊണ്ട് ഞങ്ങൾ പിന്തിരിഞ്ഞു ഓടാൻ തോന്നരുത്. ഉറച്ചു നിൽക്കാൻ ഞങ്ങളുടെ കാലുകൾക്ക് നീ ശക്തി പകരണേ. വൻസുർനാ, നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ, അലൽ ഖൗമിൽ കാഫിരീൻ, ഈ നിഷേധികളായ ജനതക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. ശത്രുവിനെ കാണുമ്പോ ശത്രുവിനെതിരെയുള്ള പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. അല്ലാഹ്, ഈ നിൽക്കുന്ന ശത്രുക്കൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ സഹായിക്കണം. ഇന്നും മാലപ്പാട്ടിലും കുത്തുബിയത്തിലും ഒക്കെ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുല്ലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചൊരിഞ്ഞു തന്നുകൊണ്ട് ശത്രുവിനെതിരെ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കാൻ പഠിപ്പിക്കുന്ന മാലപ്പാട്ടുകളും മൗലിദ് കിതാബുകളും നമ്മുടെ നാടുകളിലുണ്ട്. ആലോചിക്കണം, മഹാരഥന്മാരായ പ്രവാചകന്മാരും നല്ലവരായ സാലിഹീങ്ങളുമൊക്കെ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ മുൻഗാമികളായ മൂസ നബിയോട് തേടിയിട്ടില്ല, മുൻകഴിഞ്ഞു പോയ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തേടിയിട്ടില്ല, ഇസ്മായിൽ നബിയോട് തേടിയിട്ടില്ല, യഅ്കൂബ് നബി അലൈഹിസ്സലാം എന്നവരുടെ വല്ലിപ്പയോട് ഇസ്രായേൽ മക്കളെന്ന് ഏത് നബിയിലേക്കാണോ ചേർത്തിക്കൊണ്ട് പറയപ്പെട്ടതെങ്കിൽ ആ യഅ്കൂബ് അലൈഹിസ്സലാമിനോട് തേടിയില്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് തേടിയില്ല. ശത്രുവിനെ നേർക്ക് നേരെ കണ്ടുമുട്ടുമ്പോ അവര് തേടുകയാണ്, റബ്ബനാ ഫിർഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളെ സഹായിക്കണം അല്ലാഹ്, സഹായിക്കണം. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദ് ജാലൂത് വആതാഹു അല്ലാഹുൽ മുൽക വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാ ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين فهزموهم بإذن الله. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആ സൈന്യത്തെ ഇവർ പരാജയപ്പെടുത്തി കളഞ്ഞു. ഗോലിയാത്തിന്റെ ജാലൂത്തിന്റെയും പട്ടാളത്തെയും ഈ സൈന്യം താലൂത്തിന്റെ പട്ടാളം എന്ത് ചെയ്തു? തുരത്തിക്കളഞ്ഞു, പരാജയപ്പെടുത്തി കളഞ്ഞു. ഇനിയാണ് നമ്മുടെ ചരിത്രത്തിന്റെ തുടക്കം. ഇവിടെ മുതൽക്ക് മാത്രമാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേര് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ആരാണ് ജാലൂത്ത് എന്ന് പറയുന്ന മല്ലനെ എതിരിട്ട് തോൽപ്പിച്ചത്? വഖതല ദാവൂദു ജാലൂത്ത്, ജാലൂത്ത് എന്ന് പറയുന്ന പട്ടാള നേതാവിനെ ദാവൂദ് കൊന്നുകളഞ്ഞു. ദാവൂദാണ് കൊന്നുകളഞ്ഞത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആര്? ഈ സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരനായ ദാവൂദ് ഉണ്ടായിരുന്നു. അന്ന് നബിയല്ല. അന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം ആരല്ല? നബിയല്ല. ചരിത്രം രേഖപ്പെടുത്തുന്നു, കേവലം 17കാരനായ ഒരു ടീനേജുകാരനായ ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ നല്ല മനക്കരുത്തുള്ള, നല്ല ഈമാനുള്ള, നല്ല നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിത്വം. തന്റെ കൂടെ 3 സഹോദരന്മാരുമുണ്ട്. പട്ടാളത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ദാവൂദിന്റെ കൂട്ടത്തിൽ ദ്വന്ദ്വയുദ്ധത്തിന്റെ നേരമായപ്പോ ജാലൂത്ത് ഇറങ്ങിയിട്ട് ചോദിച്ചു, ആരുണ്ടടാ എന്നോട് പോരടിക്കാൻ? വെല്ലുവിളിച്ചു മുസ്ലിം പട്ടാളത്തെ. ആ സമയത്ത് മഹാനായ ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാനുണ്ടടാ, ഞാനുണ്ട്. ടീനേജുകാരനായ, മനസ്സിലാക്കണം ആ പ്രായമുള്ള ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച, അവൻ പേരെഴുതട്ടെ, ഇവൻ പേരെഴുതട്ടെ, ഇവൻ മുന്നിലേക്ക് വരട്ടെ, അവൻ ആദ്യം എഴുതട്ടെ, അവൻ ആദ്യം വരി ചേർക്കട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പേ ഞാനുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഈമാനികമായ ദാർഢ്യതയുടെ വക്താവായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ആ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനുണ്ട്.
മഹാനായ നേതാവ് രാജാവ് ത്വാലൂത്ത് എന്ന് പറയുന്ന രാജാവ് പറയുന്ന ആളെ ഒന്ന് നോക്കി. അപ്പൊ ദാവൂദാണ്, കേവലം ചെറുപ്പക്കാരൻ. താലൂത്ത് പറഞ്ഞു, മോനെ നിനക്ക് കഴിയൂല, മോനെ നിന്നെ കൊണ്ട് പറ്റൂല. അടുത്ത വെല്ലുവിളി പിന്നെയും വരികയാണ് ജാലൂത്തിന്റെ ഭാഗത്തുനിന്ന്. ആരുണ്ടടാ നേരിടാൻ? ഉടനെ ചാടി ദാവൂദ്, ഞാനുണ്ട്. താലൂത്ത് മുടക്കി, മോനെ നിന്നെ കൊണ്ട് പറ്റൂല. ഒന്നാമത്തെ വെല്ലുവിളിയും വന്നപ്പോ ദാവൂദ് പറഞ്ഞു, ഞാൻ റെഡിയാണ്. റെഡി എന്ന് പറഞ്ഞവന്റെ മുമ്പിലേക്കാണ് ചെന്നപ്പോ ജാലൂത്ത് പറഞ്ഞു, ഈ പീറ ചെറുക്കനാണോ എന്നെയുമായി ഏറ്റുമുട്ടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളൊന്നുമില്ലേ? ജാലൂത്തിന്റെ പരിഹാസത്തോടുകൂടെയുള്ള ചോദ്യത്തിന്റെ ശരം. ദാവൂദ് പറഞ്ഞു, ഞാൻ മതിയടാ നിന്നെ തോൽപ്പിക്കാൻ. കയ്യിൽ കരുതിയിരുന്ന ഏതാനും കല്ലുകൾ എടുത്ത് വസ്ത്രത്തിലേക്ക് ഇങ്ങനെ ചുഴറ്റിയിട്ട് ഒരൊറ്റ ഏറാണ്. ആ ഏറവന്റെ മസ്തകത്തിൽ പോയി തറച്ചു. ഒറ്റ കല്ലിന്റെ ഏറുകൊണ്ട് പെടഞ്ഞവൻ മരിച്ചു വീണു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ തുടങ്ങി. അന്ന് അദ്ദേഹം നബിയല്ല, അന്ന് അദ്ദേഹം പ്രവാചകനല്ല. അതോടുകൂടി അവന്റെ ഏറ്റവും വലിയ നേതാവായ ജാലൂത്തിനെ ഈ വ്യക്തി തന്നെ അങ്ങ് പരാജയപ്പെടുത്തിയപ്പോ മഹാനായ ദാവൂദ് അലൈഹിസ്സലാം എന്ന ചെറുപ്പക്കാരന്റെ ഒരൊറ്റ ഏറിന് അവൻ പെടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ശത്രുസേന മുഴുവനും പിന്തിരിഞ്ഞോടുകയാണ്. അതോടുകൂടെ യുദ്ധം അവസാനിച്ചു. ഫഹസമൂഹും ബിഇദ്നില്ലാഹ്. ആൾബലം കൊണ്ടല്ല കൂട്ടരെ, അള്ളാന്റെ തൗഫീഖും സഹായവും ഉണ്ടെങ്കിൽ, അള്ളാന്റെ തൗഫീഖും സഹായവും ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർക്കും ജയിച്ചടക്കാൻ പറ്റും ഈ ദീനിന്റെ കാര്യത്തിൽ. ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇരച്ചു കയറാനും ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ ചരിത്രം സൃഷ്ടിക്കുവാനും ചെറുപ്പക്കാരെ നമുക്ക് സാധിക്കുമെന്നല്ലേ മഹാരഥനായ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്കുള്ള ഈ കവാടത്തിൽ വെച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പക്ഷേ വീര്യവും ശൗര്യവുമൊക്കെ തിന്മകൾ കാണാനും തിന്മകൾ ചെയ്യാനും തിന്മകളുടെ പ്രചാരകരും പ്രബോധകരുമായി മാറാനും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും കൂത്തരങ്ങളിലേക്ക് കുത്തിയൊഴുകുവാനും വേണ്ടി നമ്മുടേതായ വിലപ്പെട്ട സമയം വിനിയോഗിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്തിന് ഏറ്റവും കൂടുതൽ നല്ല വീറും വാശിയുമുള്ള ചെറുപ്പക്കാരെ ആവശ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് വളർന്നു വരണം ഇതുപോലെയുള്ള ചെറുപ്പക്കാർ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദർശ രംഗത്ത് മാറ്റുരക്കേണ്ടി വരുമ്പോൾ കേൾപ്പുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം. ആടി ഉലയാതെ ഏത് കാറ്റുകൾക്കിടയിലും കടപുഴകി വീഴാതെ ചാഞ്ഞും ചെരിഞ്ഞും കൊടുത്തുകൊണ്ട് ഏത് കൂലം കുത്തി ഒഴുകിനിടയിലും ശത്രുവിന്റെ മുമ്പിൽ ഞങ്ങളാണ് ആദർശത്തിന്റെ വക്താക്കളെന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ടീനേജുകാരെ, ചെറുപ്പക്കാരെ ഈ ലോകം ഇന്നും ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വേണം, നമ്മുടെ ചിന്തയിൽ വേണം. അതൊക്കെ അള്ളാന്റെ സഹായം കിട്ടിയാൽ അവിടെ ആളെ വലിപ്പവും ചെറുപ്പവും ആളുടെ എണ്ണൊന്നോടെ പ്രശ്നമല്ല. ഒരുപാട് ആളുണ്ടായിട്ടും കാര്യമില്ല. റബ്ബിന്റെ സഹായമാണ് മാനദണ്ഡം. അതിന് വേണ്ടത് ഈമാനാണ്, അതിന് വേണ്ടത് നല്ല കരുത്താണ്. അതാ ഫഹസമൂഹും ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അവരെ തകർത്തെളിഞ്ഞു കളഞ്ഞു. അങ്ങനെ ദാവൂദ് എന്ന ചെറുപ്പക്കാരനാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ കൊന്നുകളയുന്നത്. അന്ന് അദ്ദേഹം നബിയല്ല. പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത പദവികൾ കേട്ടോളൂ. ഇതിന്റെ ശേഷം അള്ളാഹു അദ്ദേഹത്തിന് രാജത്വം കൊടുത്തു. കണ്ടോ, ദാവൂദ് രാജാവായി. ദാവൂദ് പിന്നീട് ആരായി? രാജാവായി. വൽ ഹിക്മ, വിജ്ഞാനം കൊടുത്തു. മുഫസ്സിരീങ്ങൾ പറയാണ് അൽ ഹിക്മ കൊണ്ട് ഉദ്ദേശം അന്നുബുവ്വ, നബിയുമായി. നുബുവത്തും കൊടുത്തു, രാജപദവിയും കൊടുത്തു. വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സ്പെഷ്യൽ ചില ഇൽമുകളും കൂടി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അല്ലാഹ്. അതാണ് ഉല്ലിംനാ മന്തിഖ തൈരി എന്ന് പറഞ്ഞത്. പക്ഷികളുടെ ഭാഷ അറിയാൻ കഴിവുണ്ടായിരുന്നു. പക്ഷിഭാഷ സംസാരിക്കും, പക്ഷിഭാഷ മനസ്സിലാകും. അതുപോലെ തന്നെ അലന്നാലഹുൽ ഹദീദ് നമുക്ക് ശേഷം വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇരുമ്പിനെ ഇങ്ങനെ കയ്യിലിട്ട് കൃത്യമായ നിലക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ വെള്ളം പോലെ ആക്കി കൊടുക്കുന്ന രൂപത്തിൽ ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്. വമ്പിച്ച പടയങ്കികളൊക്കെ നിർമ്മിച്ചെടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ രൂപത്തിലൊക്കെയുള്ള പല പ്രത്യേകതകളും മഹാനവറുകൾക്ക് നൽകപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖ് കിട്ടിയ പല ഇൽമുകളും നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു ദാവൂദ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു ഒരു പൊതു തത്വം പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം.
വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്. അല്ലാഹു ചില ജനങ്ങളെ ചിലരെ കൊണ്ട് അല്ലാഹു തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർളു, ഭൂമിയിലെ സ്വൈര ജീവിതം നശിച്ചു പോകുമായിരുന്നു. ഈ ലോകത്ത് കുറെ ധിക്കാരികളും തെമ്മാടികളൊക്കെ തെമ്മാടിത്തം ധിക്കാരം അങ്ങനെ കാണിക്കുമ്പോ ഒരുപാട് കാലൊന്നും അതിന് ആയുസ് അല്ലാഹു കൊടുക്കൂല. അപ്പൊ അവരെ എതിരിടാൻ വേണ്ടി അല്ലാഹു ഒരു ടീമിനെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അക്രമികളും അരാജകത്വവും അതുപോലെ തന്നെ മർദ്ദനങ്ങളും എല്ലാ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും കൊണ്ട് ഒരു ജനത ഇങ്ങനെ മേഞ്ഞു നടക്കുമ്പോ കുറെ കാലൊന്നും അല്ലാഹു നോക്കിയിരിക്കൂല. ഒരു ടീമിനെ കൊണ്ട് അല്ലാഹു അവരങ്ങട്ട് എതിരിടും. അപ്പോ അവരുടെ ആ അക്രമങ്ങളും അവരുടെ അരാജകത്വങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിട്ട് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അതല്ല ഇവരെ തന്നെ ഇങ്ങനെ മേയാൻ വിടുകയാണെങ്കിൽ ലഫസദത്തിൽ അർളു എന്നാ അല്ലാഹു പറയുന്നത്. ഭൂമി നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഭൂമി തകരുന്നല്ല, ഇവിടെയുള്ള സന്തുലിത ജീവിതം ഉണ്ടാവില്ല, ഇവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കൂല. അതുകൊണ്ട് അല്ലാഹു എപ്പോഴും ഒരു ടീം ഇങ്ങനെ വല്ലാതെ നെകളിപ്പ് കാണിക്കുമ്പോൾ വേറൊരു ടീമിനെ കൊണ്ട് അവരെന്ത് ചെയ്യും? പ്രതിരോധിക്കും. ഇത് അല്ലാഹു സൂറത്തുൽ ഹജ്ജിലും പറഞ്ഞിട്ടുണ്ട്. വലൗലാ ദഫുല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله. അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികൾ ഇവിടെ ഭൂലോകത്ത് കാണൂലായിരുന്നു. ഒരു സമൂഹത്തെ വേറൊരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു പ്രതിരോധിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരൊറ്റ സെനഗോഗുകൾ ഉണ്ടാവില്ല, ഒരൊറ്റ ക്രൈസ്തവ മഠങ്ങൾ ഉണ്ടാവില്ല, ഒരൊറ്റ ആരാധനാലയങ്ങൾ ഉണ്ടാവുകയില്ല, ഒരൊറ്റ ചർച്ചകൾ ഉണ്ടാവുകയില്ല, അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പള്ളികളും ഉണ്ടാവില്ല. പിന്നെ എന്താ ഇല്ലാത്തത്? അങ്ങനെ ഒരു കൂട്ടരിന് മൂക്കെടുത്ത് വരുമ്പോ കുറെയൊക്കെ അങ്ങനെ അവർ ചെറുതും അക്രമമൊക്കെ കാണിക്കുമെങ്കിലും മുഴുവൻ ചെയ്യാൻ സമ്മതിക്കൂല. അപ്പോഴേക്ക് വേറെ ടീമിനെ കൊണ്ട് അല്ലാഹു എന്ത് ചെയ്യും? പ്രതിരോധിക്കും. അത് ലോകത്തിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ ശാന്തി സമാധാനമൊക്കെ നിലകൊള്ളുന്നത്. വലാകിൻ അല്ലാഹ ദൂ ഫളിൻ അലൽ ആലമീൻ. അല്ലാഹു ആലമീങ്ങൾ അഥവാ ലോകർക്ക് എപ്പോഴും ഫളിൽ ചെയ്തു കൊടുക്കുന്നവനാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഫളിൽ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ആ സംഭവമോട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച ആമുഖം. ഇനിയാണ് മഹാനായ ഈ വ്യക്തിത്വത്തിന്റെ ചരിത്രം നമുക്ക് പഠിക്കേണ്ടത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ രംഗപ്രവേശത്തിനുള്ള കളമൊരുങ്ങിയ ആമുഖമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക, വിലയിരുത്തുക, കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാവുക. നമുക്കതിന് ഈ ചരിത്രങ്ങളൊക്കെ തുണയാകണം, അതിന് പ്രേരകമായി തീരണം. നമ്മൾ അമാന്തിച്ച് നിൽക്കരുത്, അലസരാവരുത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണം. ഇതൊക്കെ നമുക്ക് ഈ ചരിത്രം പഠിച്ചു തരികയാണ്. ഇനി മഹാനായ ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ള പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ യഥാർത്ഥമായ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാ ഗൂഢശക്തികളുടെയും ശ്രമങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവർക്കിടയിൽ അല്ലാഹു ഛിദ്രതയും അനൈക്യവും വാരി വിതറുമാറാകട്ടെ. ഈ ലോകത്ത് എന്നും ഇസ്സത്തോടുകൂടെ ജീവിക്കുവാൻ മുസ്ലിമീങ്ങളെ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.